ഐസയ ചാപ്റ്റർ 11 യെശയ്യാ പ്രവാചന പുസ്തകത്തിൽ 11-ാമത് അധ്യായം ഇമ്മാനുവൽ പ്രവചനവും ഭാവി രാജാവിനെ കുറിച്ചൊക്കെ പറഞ്ഞ് യെശയ്യാ പ്രവാചനയിലൂടെ കർത്താവ് പറഞ്ഞു തരുന്ന മറ്റൊരു കാര്യമാണ് പരിശുദ്ധാത്മാവ്. കർത്താവിൻ്റെ ആത്മാവ് നമ്മിലേക്ക് നിറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കുറേ അധികം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ കുറേയും കൂടെ കൃപ നിറയുന്നത് എങ്ങനെയാണ്? യെശയ്യാ പ്രവാചന പുസ്തകത്തിൽ 11-ാമത് അധ്യായം 2-ാമത് വാക്യം. സാധിക്കും നിങ്ങൾ ആ വചനം ഒന്ന് കാണാപ്പാടം പഠിക്കുകയും അതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നല്ലതാണ്. വായിച്ചേ, കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും. ഇതിങ്ങനെ പ്രാർത്ഥിച്ചേ, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ആവസിക്കും എന്ന് വെച്ചാൽ എന്നെ പൊതിഞ്ഞങ്ങ് പിടിക്കും, എന്നെ പരിശുദ്ധാത്മാവ് നയിക്കും. ആ ആത്മാവിന്റെ പ്രത്യേകത എന്താണ്? പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത പുറകെ വായിച്ചേ, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. ഇപ്പൊ നമ്മുടെ മേൽ ആവസിക്കേണ്ട പരിശുദ്ധാത്മാവ്, പുതിയൊരു വർഷത്തെ മുന്നോട്ട് നയിക്കേണ്ട ഓരോ ദിവസവും നമ്മുടെ തീരുമാനങ്ങളെ മുന്നോട്ട് നയിക്കേണ്ട പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്. ഇപ്പൊ ജ്ഞാനം നിറയുക. ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങ് സ്വർഗത്തിൽ നിന്ന് ഉന്നതത്തിൽ നിന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ജ്ഞാനത്തെയും അയച്ചില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആര് അറിയും? ഇപ്പൊ അടുത്തൊരു വർഷം ഞാൻ എടുക്കേണ്ട തീരുമാനങ്ങൾ, അടുത്തൊരു ദിവസം ഞാൻ എടുക്കേണ്ട തീരുമാനം, ഇത് ദൈവഹിതപ്രകാരമാണോ എന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അറിവ് പോരാ. എന്ത് വേണം? ജ്ഞാനം വേണം. ജ്ഞാനം ആര് തരും? പരിശുദ്ധാത്മാവ് തരും. യാക്കോബ് 1:5, നിങ്ങൾ ജ്ഞാനം കുറവുള്ളവർ ദൈവത്തോട് ചോദിക്കട്ടെ, അവർക്കത് ലഭിക്കും. സോ ജ്ഞാനത്തിന്റെ ആത്മാവ്. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, വിവേകത്തിന്റെ ആത്മാവ്. വിവേകം എന്ന് വെച്ചാൽ എന്താ? നല്ല അറിവുണ്ട്, നല്ല ബുദ്ധിയുണ്ട്, നല്ല ആലോചന ശക്തിയുണ്ട്. വിവേകം ഇല്ലെങ്കിൽ പോയില്ലേ? എന്നോട് എൻ്റെ ആത്മീയ ഗുരു എന്നോട് പറഞ്ഞ, മോനെ നിന്നെ ഒത്തിരി ഈശോ അനുഗ്രഹിച്ചിട്ടുണ്ട്, ഒരു വരത്തിന് വേണ്ടി നീ നന്നായിട്ട് പ്രാർത്ഥിക്കണം. എന്തിന്? വിവേകം എന്ന വരം. ആരോട് എപ്പോ എങ്ങനെ എന്തിന് എങ്ങനെ പറയണം എന്ന് നിന്നെ സഹായിക്കുന്നത് വിവേകം എന്ന വരമാണ്.